ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 34 ഡേ 33 ഏത് മൂഡ്? പൊളി മൂഡ്, ഓണം മൂഡ്. ഓണം മൂഡ്. ആ പാട്ടൊക്കെ ഇട്ടിട്ട് പരിപാടികൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. തിരുവോണം ലാലട്ടം വറന്ന് വിചാരിച്ചു ലാലട്ടം വന്നുള്ള ലാലട്ടം ഇനി നാളെയും സൂമിലാണോന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ആവാതിരുന്നാൽ ബിക്കോസ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള സമയത്ത് ലാലട്ടൻ അങ്ങനെ UK എന്ന് വരുമ്പോ അതിന്റെ ഒരു അല്ലേ സീരിയസ്നെസ് പോകുന്നുണ്ടോ? സത്യം അവിടെ ഉണ്ടാവുമ്പോഴേ അതിന്റെ ഒരു രസമുള്ളൂ, അതിന്റെ ഒരു പവർ കിട്ടത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഓണപ്പൂക്കളം ഇടാൻ വേണ്ടി ടീമുകളായി തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ടീമിന്റെ ജഡ്ജായിട്ട് വരുന്നത് അനീഷ്, മിസ്റ്റർ അനീഷ്. അത് അനീഷിനെ ജഡ്ജാക്കുന്നതിനൊരു കാരണമുണ്ട്. ഒന്ന്, ടീമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. രണ്ടാമത്തെ കാര്യം, അവിടെ ജഡ്ജായി നിന്നുകൊണ്ട് പിന്നെ ടീം എടുക്കുന്ന പണീന്റെ ഇടയിൽ വന്നിട്ട് എന്ത് ചെയ്യില്ല, അഭിപ്രായം പറഞ്ഞ് കച്ചറ ഉണ്ടാക്കില്ല എന്നുള്ളൊരു സ്കീം ഉള്ളതുകൊണ്ട് പ്രശ്നമാണ്. അതെ, അതുകൊണ്ട് പിന്നെ ജഡ്ജായി സൈഡാക്കി. പിന്നെ ഈ സീസണിൽ നമ്മൾ കണ്ട ഒരു പ്രതിഭാസമുണ്ട്, രേണു സുധി. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസിൽ വന്നു പോയ ഒരാൾക്ക് പുതിയൊരു ജോലി കിട്ടുകയാണ് അല്ലേ, ആസ്ഥാന ജഡ്ജി. ഇനി രേണു സുധി പുറത്തിറങ്ങിയാൽ റീൽസ് ഒന്നും എടുത്ത് കഷ്ടപ്പെടണ്ട, ഷോർട്ട് മൂവീസിലൊന്നും അഭിനയിക്കേണ്ട, സിനിമയിൽ അഭിനയിക്കാനൊന്നും പോണ്ട. ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് വലിയ വലിയ ഷോകളിലെ ജഡ്ജായിട്ട് പോകാൻ പറ്റും. കാരണം അത്രത്തോളം നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് രേണു സുധി. ആറ്റിറ്റ്യൂഡും എക്സ്പ്രഷനും സേതുരാമയ്യർ CBI പോകുന്ന പോലെയാണ്, കൈയൊക്കെ കെട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുധി ഇങ്ങോട്ട് പോണത് കണ്ടാണ്ടല്ലോ. ഒരു സൈഡില് ഈ മുടി രേണു സുധി കുലുക്കുമ്പോ കണ്ടസ്റ്റൻസ് ശ്രദ്ധിക്കണം, അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് പേനെ പറിച്ചിട്ട് അവിടെ വെച്ച് പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ കണ്ടു, നിങ്ങളെയും ഞാൻ കാണിക്കുന്നു, കാണു നിങ്ങൾ കാണണത്. ഓക്കെ, അപ്പൊ ആ സാധനം ഒരു സൈഡിൽ രേണുസുധീന്റെ പേൻ പറക്കലും പൊട്ടിക്കലും ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ രേണുസുധിക്ക് ഇനി ജഡ്ജായിട്ട് ജീവിക്കാം, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ സരിഗമപാല് പോവാം, കുക്കിംഗ് ഷോയില് പോവാം, ഏത് പരിപാടിക്കും പോവാം, പാട്ട് പരിപാടി, ഡാൻസ് പരിപാടി, കുക്കിംഗ്, എന്തിനും ജഡ്ജായിട്ട് നിങ്ങൾക്ക് അത്രയും ആറ്റിറ്റ്യൂഡും പ്രിസൈസ്ലി ആണ് ചെയ്യുന്നത്. പിൻ പോയിന്റ് കാര്യങ്ങളാണ് പറയുന്നത്. അടുത്തത് ശൈത്യം ജഡ്ജായിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഓണപ്പൂക്കളം ഇട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ ലൈവ് വെച്ചപ്പോൾ എന്റെ പ്രതീക്ഷ എന്താ അറിയോ, ഇന്നിപ്പോ അടിയൊന്നും ഉണ്ടാക്കില്ല, നല്ലൊരു ദിവസം, പിന്നെ അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ കാര്യങ്ങൾ പോകുന്നൊക്കെ വിചാരിച്ചാ. ഓണപ്പൂക്കളത്തിന് മുകളിൽ അനീഷ് പിടിച്ചു. അനീഷിനെ പിടിയെന്ന് പറഞ്ഞാൽ 1.5 സ്വന്തം ടീമിന് എന്ത് കിട്ടണം, സംഗതി കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അനീഷ് പിടിച്ചു തന്നു. എനിക്കും പക്ഷെ അക്ബറിന്റെ ടീമിന്റെ ശൈത്യന്റെ ടീമിന്റെ പൂക്കളം തന്നെയാണ് എനിക്കതാ രസം തോന്നി. എനിക്ക് തോന്നിയില്ല, അനക്ക് അനീഷിനെ തോന്നിയ അനീഷിന്റെ മറ്റേതും തോന്നി എനിക്ക്. മറ്റേത് സിമ്പിൾ ആയിരുന്നു, പക്ഷെ നല്ല രസമുണ്ട്, അവര് ഹാപ്പി ആവണമെന്നൊക്കെ. അത് മാത്രല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി രസം തോന്നിയത് ശൈത്യന്റെ. എനിക്ക് സെക്കൻഡിലേക്ക് ഷാനവാസിനെ ഇഷ്ടമായത്, ആദ്യത്തെ. ഓക്കെ, അപ്പൊ അങ്ങനെ അത് അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു വെർബൽ സ്പാറ്റ് നടന്നു. ശൈത്യം വിട്ടുകൊടുക്കാനേ നിന്നില്ല. അപ്പോ അനീഷിന്റെ ചില സമയത്തൊക്കെ ഈ തരില്ല പറയില്ല ഈ സാധനം വെറുപ്പിക്കലായതുകൊണ്ട് തന്നെ അവിടെ രേണുസുധി കളം മാറ്റി ചവിട്ടി. ഗെയിമർ, ദ ഗെയിം ചേഞ്ചർ, ദ രേണുസുധി, ദ ജഡ്ജ്. ആലോചിച്ചു, ഇന്നത്തെ ഇതുവരെ കിട്ടാത്ത കണ്ടന്റാണ് രേണുസുധിക്ക് കിട്ടിയത്. രേണുസുധി ജഡ്ജായിട്ട് ഗെയിം വെച്ച് ട്വിസ്റ്റ് ചെയ്ത്, ജഡ്ജ്മെന്റിലൂടെ ഗെയിം ട്വിസ്റ്റ് ചെയ്ത് നേരെ എന്ത് ചെയ്ത്, ഞാൻ എന്റെ കണ്ണിലൂടെ മാത്രമേ നോക്കൂന്ന് പറഞ്ഞിട്ട് നേരെ ശൈത്യനെ പണി ചാടി. ഒറ്റ ചാട്ട ശൈത്യന്റെ 36 അപ്പുറത്തേക്ക് ചാടിയിട്ട് എന്ത് ചെയ്ത് കളം മാറ്റി ചവിട്ടി. വർത്താനം പറഞ്ഞ അവസാനം ശൈത്യ രേണുവിനൊപ്പം കൂട്ടി ടീം മറ്റവരെ ജയിപ്പിച്ചു. അങ്ങനെ ഗെയിം ചേഞ്ചർ ആയിട്ട് മാറി ശൈത്യ. ഓക്കെ, ശൈത്യയാണ് ശരിക്കും അവിടെ ഗെയിം ചേഞ്ച് ചെയ്തത്. രേണുവിനെ ആസ് യൂഷ്വൽ ഒപ്പം പോയി നിന്ന് കൊടുക്കുന്ന പരിപാടി കാണിച്ചു. അതിനുശേഷം ഫുഡ് വന്നു, സദ്യ ഫുഡ് കഴിച്ചു. അതിനിടയിൽ ആര്യൻ ഗിസൈലിന് വാരി കൊടുക്കുന്ന ഒരു സീന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇനി നമ്മൾ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പറഞ്ഞിട്ട് പോകാം. കാരണം ബിന്നി ആൻഡ് റന ഫാത്തിമ വിഷം തുപ്പി തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അതിനിടയിൽ മസ്താൻ ഇതിനെ മാറിപ്പോയിരുന്നു. ഞാൻ ആ ടൈമിൽ ലൈവ് കണ്ടില്ല, കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. മസ്താനിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാവുള്ളൂ? ഞാൻ ആട്ടകളുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞില്ല, അവന്മാരുടെ കൂടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. രാത്രിത്തെ പ്രശ്നം മക്കളെ, രാത്രി പൂര സീനായിരുന്നു. രാത്രി പ്ലേറ്റ് കഴുകിക്കാതെ അവസാനം നന്മയുള്ള BGM ഇട്ട് അനുമോള് പോയി കഴുകിക്കേണ്ട അവസ്ഥ ഒന്നില്ലേ? ഇനി ഫുള്ള് പ്ലേറ്റ് കഴുകിയോ അതോ സ്വന്തം പ്ലേറ്റ് കഴുകി വെച്ചാണെന്ന് അറിയാൻ പാടില്ല. അതിനൊരു ക്ലിപ്പ് ചെയ്യാൻ കണ്ടു അവിടെ.
ഇനി അത് അനുമോൾ PR-ന്റെ പണിയാണ്. ആ ക്ലിപ്പ് എടുത്ത് നിങ്ങൾ അത് നന്മയിൽ പൊതിഞ്ഞാൽ കൂടുതലായിട്ട്, അതായത് ആരും കഴുകാത്ത പ്ലേറ്റുകൾ തിരുവോണത്തിന്റെ അന്ന് പുലർച്ചെ എല്ലാവരും കണി കാണുമ്പോൾ ഫ്രഷ് ആയിട്ട് എല്ലാം കാണണമെന്ന് വിചാരിച്ചാൽ അനുമോൾ അത് കഴുകി വെച്ചു. കണ്ടന്റ് ഞാൻ തന്നിട്ടുണ്ട് PR-ന്, ജസ്റ്റ് എക്സിക്യൂട്ട്. ഓക്കെ എക്സിക്യൂട്ട് ചെയ്യണം. നന്ദി മതി. അപ്പോൾ അങ്ങനെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. ക്ലിപ്പൊക്കെ ഞാൻ സൈഡിലൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലിപ്പ് ഉണ്ട് സാധനം. അതിൻ്റെ ഒതൻറ്റിസിറ്റി എന്നുള്ളത് എനിക്കറിയുള്ളൂ. കാരണം രാത്രി പോയിട്ട് അനുമോൾ പ്ലേറ്റ് കഴിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ലൈറ്റ് ഞാൻ അങ്ങനെ ജസ്റ്റ് അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എന്താണെങ്കിൽ ആ പ്ലേറ്റിൻ്റെ കഴുകുന്നതിൻ്റെ മുകളിൽ അടി തുടങ്ങിയ സമയത്ത് അപ്പാനി ഇന്നലെ കടന്ന് ഷോ ആയിരുന്നു. അപ്പാനി ഇങ്ങനെ എന്തൊക്കെയോ സിനിമേനെ കണക്ക് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ പറയുന്നുണ്ട് അനുമോക്കിന് കണ്ടന്റ് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പാനി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇന്നലെ. അപ്പാനി പറയാനും ഗാലറിയിൽ ഇരുന്നൊരു കളി കാണാൻ കുറേ ആൾക്കാർ അങ്ങനെ നോക്കിയിട്ട് അപ്പുറത്തും, അതായത് കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ടേബിളിലും കുറേ ആൾക്കാർ അപ്പുറത്ത് സോഫേനും ഉള്ളൂ. ഇതായിരുന്നു ഇന്നലെ രാത്രിയത്തെ സീന്. അത് കുറേ നേരം അങ്ങനെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഗിസയിൽ പണി അറിഞ്ഞു പോകുന്ന കേട്ടോ. ഗിസയിൽ എറിയാണ് അനീഷിനോട് പോയിട്ട് നൈസായിട്ട് പോയിട്ടൊരു കുളത്ത്. അതായത് മനസ്സിന് ഇത്തിരിയെങ്കിലും ചാഞ്ചാട്ടുള്ള ഒരാളാണെങ്കിൽ ഗിസയിൽ പോയി പറയുമ്പോൾ എന്താവും അതിൽ പോയി ചാടിക്കൊടുക്കും. നൈസ് ഒരു എന്താ പറയുക ഒരു ഏറ്, ഈ മീൻ പിടിക്കാൻ വേണ്ടി ബെയ്റ്റ് ഇട്ട് കൊടുക്കില്ല, അതേപോലെ ഇങ്ങനെ കറക്കി ഒരു ഏറുണ്ടായിരുന്നു. അനീഷ് ഏതാ മുതല് ഇയാളിതൊക്കെ പറഞ്ഞിട്ട് ഇനി ലാസ്റ്റ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഇയാളെ വീട്ടിലാവും ചിലപ്പോ പഞ്ചായത്ത് കൂടാൻ പോകുന്നത്. അവിടെ ആയിരിക്കും എല്ലാ പഞ്ചായത്ത് സാധനം കൂടാൻ പോണെന്നാക്കി തോന്നുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മളെ തൊപ്പി ടാസ്കിന്റെ പരിപാടി, ഫൈനൽ ടാസ്ക്. 3 ഇമ്മ്യൂണിറ്റി ആർക്ക് കിട്ടുന്ന തീരുമാനിക്കുന്ന ടാസ്കിൽ ഒനീലും നൂറയും കൂടിയാണ് ആ ടാസ്കിൽ വന്ന് ഇങ്ങനെ തൊപ്പിയെടുക്കുന്ന ടാസ്ക്. നല്ല ഒരു അത്ര വലിയ സംഭവ ടാസ്ക് അല്ലെങ്കിലും സിമ്പിൾ ബട്ട് എജിലിറ്റി നോക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. നൂറ നന്നായിട്ട് കളിച്ചു. ഒനീൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് ആയിട്ട് എടുത്തു. നൂറയാണ് അപ്പുറത്ത് നിന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ഒനീലിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, ലേസിനെസ്, ഈസി, ആ സാധനമായിരുന്നു ഒനീലിന്റെ. അത് പൊട്ടി പാളീസായി പോയി. നൂറ കൃത്യമായിട്ട് ആ സാധനം ടപ്പേന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു. ആ രണ്ടാമത് നൂറ ചെയ്തതിൽ നൂറ തല വലിച്ചോന്നൊക്കെ ചോദിക്കുന്നു. നൂറ പക്ഷെ കസാലയിൽ നിന്ന് പൊന്തി, ആ പൊന്തിയത് അപ്പുറത്ത് തൊപ്പിയെടുക്കാൻ വേണ്ടി പൊന്തിയതാണ്. അത് കൃത്യമായിട്ട് നൂറ അത് എക്സിക്യൂട്ട് ചെയ്തു. നല്ല രീതിയിൽ എന്ത് ചെയ്തു, നൂറ ആ ഗെയിം കളിച്ചു. അല്ല, നൂറ ജയിച്ചതിന് ശേഷമാണ് പിന്നെ ഐറ്റം വരുന്നത്. നൂറയ്ക്ക് 3 വേണമെങ്കിൽ കയ്യിൽ വെക്കാം. ഇമ്മ്യൂണിറ്റി പവർ വെക്കാം, നോമിനേഷൻ പവർ വെക്കാം, ഫാമിലി പവർ, 3 വെക്കാം. നൂറ നേരെ ബിന്നിക്ക് ഫാമിലി പവർ കൊടുത്തു. അത് പണിയാണ്, 8ന്റെ പണിയാണത്. കാരണം നമ്മളെയൊക്കെ വീട്ടുകാർ ഇപ്പോൾ വരാൻ പോവുകയാണെങ്കിൽ വരാൻ പോണത് എത്ര ലാസ്റ്റിലേക്ക് ഒരു എത്രാമത്തെ കുറേ 80ാമത്തെ ദിവസമോ 85ാമത്തെ ദിവസമൊക്കെ അവർ വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്താ വിഷയം എന്നറിയോ, കളി ഇങ്ങനെ കുടുംബിരി കൊണ്ട് നിൽക്കുന്ന സമയമാവും. ഒരു ദിവസത്തിൽ കുറച്ച് മണിക്കൂർ തന്നെ എനിക്ക് അവിടെ വന്നിട്ട് എനിക്ക് സർവൈവ് ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ. കാരണം അതൊരു വിഷയമാണ്. ഒന്ന് വരുന്ന വീട്ടുകാർക്ക് തന്നെ ലേശം സീനാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടുകാരുള്ളപ്പോൾ നമുക്ക് നമ്മളെ കംപ്ലീറ്റ്ലി ഒരു സാധനം എടുത്തിടുക. കാരണം നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിലായിരിക്കും അതിനകത്ത്. കംഫർട്ട് സോണിൽ നമ്മൾ പറ്റപ്പോവും. കാരണം അപ്പത്തേക്ക് ആ വീട് നമുക്ക് കംഫർട്ടാവും, അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് നമുക്ക് കംഫർട്ടാവും. ഇപ്പൊ ബിന്നിന്റെ അവസ്ഥയിൽ ബിന്നിന്റെ ഹസ്ബൻഡോ ആരോ വേറിറ്റീസ് അവർ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അവിടെ നിൽക്കുക പറഞ്ഞാൽ അവരും ഗെയിം കളിക്കേണ്ട അവസ്ഥ. ഇനിയിപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യണം. ബിന്നി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ദിവസം വരെ ആര് പ്രിപ്പയർ ചെയ്യണം, ആരാണോ ഫാമിലി ടാസ്കിൽ ബിന്നിന്റെ പോണേ അവർ പ്രിപ്പയർ ചെയ്തേ പറ്റും. മെന്റലി ഫിസിക്കലൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം അത് വെച്ചിട്ട് അവർ കണ്ടന്റ് ഉണ്ടാക്കും. അപ്പൊ ചിലപ്പോൾ ചില ഗെയിമിന്റെ ഭാഗമാവും, ചിലപ്പോൾ അവിടെ കുറെ കച്ചറകൾ നടക്കും. എസ്പെഷ്യലി ബിന്നി കൂടി ആയതുകൊണ്ട് ബിന്നി അത്രയും ദിവസം നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് ചില ഭീകര സാധനങ്ങൾ ഫേസ് ചെയ്യാൻ റെഡി ആവേണ്ടി വരും. പറയാൻ പറ്റില്ല, ഡിപ്പെൻസ്. അപ്പൊ എന്താണെങ്കിലും നൂറ് അത് എന്ത് ചെയ്തു, നൂറയ്ക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഫാമിലി വരേണ്ട ആവശ്യമില്ല, ഫാമിലി നോക്കേണ്ട ഫാമിലി വരേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ ഫാമിലി ഒരാഴ്ച നിൽക്കേണ്ട കാര്യം പറഞ്ഞ, കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫുള്ള് ഫാമിലിനെ മാത്രം ചുറ്റിപ്പറ്റിക്കും. അപ്പൊ ബാക്കിയുള്ള നോമിനേഷൻ ചെയ്യും. നിങ്ങൾ ഫാമിലിന്റെ കൂടെ പോയി ഗെയിം മറന്നു പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ബിന്നിക്കിട്ട് നൂറ വെച്ചു കൊടുത്തു. അവിക്കൊന്നും കൊടുത്തില്ല. അത് ഫെയർ ആണോ അൺഫെയർ ആണോ സ്നേഹ? ഞാൻ ഫെയർ തന്നെ പറയുള്ളൂ. എനിക്കത് ഫെയർ ആയിട്ടാണ് ഗെയിം വൈസ് ആണെങ്കിൽ എനിക്ക് എന്താ ഞാൻ പറയാം. ഗെയിം വൈസ് നോക്കിയാൽ ഗെയിം വൈസ് അല്ല എന്ത് നോക്കി ഗെയിം ആയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഗെയിം വൈസ് നോക്കിയാൽ ഇറ്റ്സ് എ ഫെയർ പ്രോപ്പർ ഗെയിം. നൂറ കിഡിലൻ ഗെയിമാണ് അവിടെ ഇട്ടത്. ഒന്നാമത്തെ കാര്യം, ഈ ടാസ്കിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്ത് വായിച്ച സമയത്ത് തന്നെ
ഇവർ ഈ ചുമ്മാ എന്ത് വന്നാലും ഒരാളെ പിടിച്ചാണ്ട് പെട്ടെന്ന് ക്യാപ്റ്റൻ ആക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിനെ കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. അതിൻ്റെ ടാസ്കിൻ്റെ ആദ്യം മുതൽ ഫസ്റ്റ് എല്ലാവരും തൊപ്പി പിടിക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ളവർ പ്രൊട്ടക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ ഇവർ സ്വയം പ്രൊട്ടക്ട് ചെയ്ത് എസ്കേപ്പ് അടിച്ച് പോയിട്ട് അവിടെയും ടാസ്ക് മെയിനായിട്ട് കളിക്കുന്നവരാ ക്യാപ്റ്റൻസ് ആണ്. രണ്ടാമത് നിന്ന് മാറി അതിനൊക്കെ മാറ്റി രണ്ടാമത് മറ്റേ ഗെയിം ഓടുന്നിട്ടപ്പോഴും ആരാ കളിച്ചേ? ക്യാപ്റ്റനാണ് ആ കയ്യിൽ ബോൾ കൊണ്ടുവന്ന് കളിച്ച്. തേർഡ് ഗെയിമും ക്യാപ്റ്റനാണ്. അപ്പം 3 കളിയും കളിച്ചത് ആരാ? ക്യാപ്റ്റനാണ്. അപ്പോൾ ഇവിടെ ക്യാപ്റ്റൻ നൂറയാണ്. നൂറ എഫേർട്ട് ഇട്ടു, നൂറയ്ക്ക് സാധനം കിട്ടി, അതൊരു ഫെയർ സാധനമാണ്. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഗെയിം ആസ്പെക്റ്റ് നോക്കുന്ന സമയത്ത് നൂറയ്ക്ക് എന്താണ് ഇവിടെ അഭിലാഷിനെയും സേവ് ചെയ്യാം. അപ്പം 3 ആഴ്ചത്തെ ഇമ്മ്യൂണിറ്റി പവർ സ്വയം ഉണ്ട്, പ്ലസ് 3 ആഴ്ച എന്ത് ചെയ്യാം, നോമിനേഷന്റെ സാധനമുണ്ട്. നോമിനേഷൻ ഫ്രീ കാർഡ് അല്ലേ ഇവര്? ഏത്? അല്ല, അത് നോമിനേഷനിൽ രക്ഷിക്കാന്നാണോ ഉള്ളത്? അതാണ് തോന്നുന്നു ആ സാധനം. അതന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും എന്ത് ചെയ്യാം, അതിലെന്റെ ഒരു സൈഡില് ഓക്കെ, അതിലൊരു സൈഡിലുണ്ട്, അവിടെ ഉണ്ട്, അതിലുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് നൂറ മുന്നേ കണ്ടത് അബിക്ക് കൊടുക്കണം എന്നായിരിക്കില്ല, അതിലേനും കൂടി വെച്ച് സേവ് ആക്കാം എന്നുള്ളൊരു ഐറ്റം ആയിരിക്കണം. അതായിരിക്കണം എനിക്ക് തോന്നുന്നത്. അല്ല, പ്രോപ്പർ ഗെയിമാണ്. അവിടെ പോയിട്ട് മനസാക്ഷി കാര്യങ്ങളും ഇമോഷണൽ സാധനങ്ങളും അതിനകത്തൊന്നുമില്ല. നൂറ പ്രോപ്പർ ഗെയിം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതുകൊണ്ടുണ്ടല്ലോ അഭിലാഷിന് ഭയങ്കര പോസിറ്റീവ് ആവും. കാരണം നൂറയ്ക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഇനി വരും. എവിടെ വരും അറിയോ? 3 ആഴ്ച അടുപ്പിച്ച് നോമിനേഷനിൽ വന്നില്ല എന്ന് വെച്ചോ, പണിയാണ് നമുക്ക് ഇതുവരെ കിട്ടുന്നത്. അതായത് നൂറയ്ക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 3rd or 2nd പൊസിഷനിൽ അനുമോള് കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഇടയിലോ അല്ലെങ്കിൽ അവർ താഴെയോ ആയിട്ട് നൂറുണ്ട്. 3 ആഴ്ച നൂറേനെ ഇതിൽ കണ്ടില്ല, വോട്ടിങ്ങിൽ കണ്ടില്ല, നോമിനേഷൻസിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ വോട്ട് ബാങ്ക് നേരെ ആദിലയാണെന്നുണ്ടെങ്കിൽ ആദിലേക്ക് ചാടും. ഈ നൂറ് ആദിലും വന്നില്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് ഫ്രീസ് ആവും. ഓക്കെ, പതിയെ കാരണം കണ്ടന്റും ഇനി അതേപോലെ തന്നെ ബിഗ് ബോസിന്റെ ടീം എന്ത് ചെയ്യും, 3 ആഴ്ച നൂറ ഇല്ലല്ലോ, അതിനകത്ത് പിന്നെ കണ്ടന്റ് വെക്കേണ്ട കാര്യമില്ല. അപ്പൊ സ്ക്രീൻ സ്പേസും കണ്ടന്റും നൂറയ്ക്ക് പൊതുവെ കുറെ ആളെ ചാൻസ് ചെയ്യാൻ കാണുന്നത് അതൊരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണത്. അത് നൂറയ്ക്ക് ചിലപ്പോൾ പണി കിട്ടാം. അഭിലാഷിന് വേണമെങ്കിൽ ഇത് ക്യാഷും ചെയ്യാം. പക്ഷെ പല സമയങ്ങളിലായിട്ട് അഭിലാഷ് പൊട്ടി. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അഭിലാഷിന്റെ ഓവർ നന്മ അഭിലാഷ് പുറത്തെടുത്ത് എന്തായി, കുറച്ച് സീൻ പിടിച്ച് ഒന്ന് ഈ വയൽക്കാടിനോട് സംസാരിച്ചപ്പോഴും പിന്നെ അല്ലാതെ ഷാനവാസിനോടൊക്കെ സംസാരിക്കുമ്പോഴും അഭിലാഷിന് മനസ്സിനകത്ത് ആ സാധനം ഉണ്ട്, ഇത് ഒരു കിട്ടാത്തതിൻ്റെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നൂറയ്ക്ക് ചെയ്യുന്നൊരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, അത് ആദിലേക്കും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇനി ഒരു പക്ഷെ ആർക്ക് ചെയ്യും, അഭിലാഷിന് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അവിടെ അഭിലാഷിന് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് പോസിറ്റീവ് ആവും. നൂറ കൊടുത്തില്ലെങ്കിലും നൂറ അയാളും കൂടി കളിച്ചിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നൂറേന്റെ വോട്ട് ബാങ്ക് ആദിലും നൂറയും സേവ് ആവുന്ന സമയത്ത് അവരുടെ വോട്ട് ആർക്ക് കുത്തും, അഭിലാഷിന് കുത്താളല്ല. ബിന്നിക്ക് എന്തായാലും ഒരു കുത്തില്ല, പിന്നെ അത് അഭിലാഷിന് കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ്. ഇനി അല്ല അബീനെ ആരെങ്കിലും പറഞ്ഞ് തിരിപ്പിച്ച് ഇനിയിപ്പോൾ നൂറയ്ക്കെതിരെയൊക്കെ പറയിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ട് പറയുന്നതൊക്കെ പുറത്ത് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സാധനം കിട്ടാത്തുള്ളൂ. അല്ലാത്ത പക്ഷെ അത് കിട്ടും. പിന്നെ ഓൾ കേരള വൈൽഡ് കാർഡ് അസോസിയേഷൻ അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പ് പരിപാടി ഉണ്ടാക്കുന്നുണ്ട്. വേറെ ഗ്രൂപ്പിനെ പൊട്ടിക്കാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഓൾ കേരള വൈൽഡ് കാർഡ് അസോസിയേഷൻ ഒരു സൈഡിൽ കൂടി. അതിന്റെ ഇടയ്ക്ക് ഷാനവാസിനെയും ആദില നൂറേനെയും റെനേനെയും ഒക്കെ കുറിച്ചിട്ട് ഒരു സാധനം ഇറക്കി, കാർഡ് ഇറക്കി, കേട്ടില്ലേ? പെങ്ങളൂട്ടി കാർഡ്. അതിനകത്ത് എല്ലാ കാർഡും ഇറക്കും. പറഞ്ഞത് പ്രവീണല്ലേ, ഓ പൊന്തക്കാട് പോലും അവിടെ ഇറക്കിയിട്ടില്ല. ആ ഓനാണോ പെൺകുട്ടി കാർഡിനെ കുറിച്ച് പറയുന്നത്? അറ്റ്ലീസ്റ്റ് അവർ ആ കാർഡെങ്കിലും പഴയ ഓർമ്മകളിലേക്ക് പോയി. അറ്റ്ലീസ്റ്റ് ആ കാർഡെങ്കിലും ഇറക്കണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറ്റിക്കാടോ പൊന്തക്കാടോ ഇറക്കാത്തവനാണ് അവിടെ വന്നിരുന്നിട്ട് കാർഡിനെ കുറിച്ച് പറയുന്നത്. ഓ അതിലും ദുരന്തം. ഓ അനുമോളെ കോമ്പോനെ കുറിച്ച് പറഞ്ഞപ്പോ ഓൻ പറഞ്ഞത് എന്താ, അനുമോളെ കോമ്പോ ഒന്നും ശരിയാവില്ല എന്നൊക്കെ. അതിനൊക്കെ ക്ലിപ്പ് നമുക്ക് വെക്കാം. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് പരിപാടി. ഏതാ? അത് ഇതിനെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അടുത്തത് പായസം. ഏത് മൂഡ്? പായസം മൂഡില് മോനെ, വേഷം മൂഡ്. അതും വീണ്ടും ശൈത്യയുടെ ടീം അടിച്ചുകൊണ്ട് പോയി. ബിക്കോസ് ഓഫ് പണിപ്പുര കയറിയത് ആര്യനാണ്. ആര്യൻ ഫാസ്റ്റിലാണ്. ആര്യന് പണിപ്പുരേന്റെ അല്ലേ ഓരോ ഭാഗവും ഇപ്പൊ വീട്ടിലെ ഏറ്റവും കൂടുതൽ അറിയുന്നത് മേ ബി ആര്യനായിരിക്കും. പിൻ പോയിന്റ് ആയിട്ട് ആര്യൻ ആ ഓരോ ഭാഗവും നോക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഈ ടാസ്കിന്റെ കാര്യത്തിൽ ആര്യം പൊളിയാട്ടാ. ആര്യം കൃത്യമായിട്ട് കയറി, ആര്യം സാധനങ്ങൾ എടുത്ത് ഓടുന്നു കൊടുത്ത് അവർക്ക് അത് ചെയ്യാൻ പറ്റി. അടിപൊളിയായിട്ട് അത് ചെയ്തു. അതെ, അവരത് ജയിച്ചു. അവർക്കത് സെറ്റായിട്ട് പരിപാടികൾ നടന്നു. അത് കഴിഞ്ഞിട്ടാണ് മക്കളെ ബിന്നി ചീറ്റി തുടങ്ങിയത്. ബിന്നി ചീറ്റി, റന ഫാത്തിമ,
ചെറുതായിട്ടൊന്ന് ചീറ്റി. ബിന്നിനെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല സത്യം അല്ല, പറഞ്ഞാൽ. ഞാൻ ഓൾറെഡി ബിന്നിന്റെ കാര്യത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചധികം ദിവസമായിട്ട് ബിന്നി അവിടെ ഇവിടെ ഒക്കെ പോയി ചീറ്റുന്നുണ്ട്. പക്ഷെ അത് ഗെയിമിന്റെ ഈ സാധനം ഇങ്ങനെ ഒരു സദാചാര സാധനം കാരണം അവിടെ അത്രയും നേരം സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു, ഒപ്പം നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. അത് അങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്തു, വല്ലാത്തൊരു ചീറ്റിലാണ് ബിന്നി ചീറ്റിയത്. അതിന് കുറച്ച് ഭാഗങ്ങൾ അല്ലേ, വളരെ തുച്ഛമായ ഭാഗങ്ങൾ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും, നമ്മൾ ഇതിട്ട് തരേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല, എന്നാലും നിങ്ങൾ കണ്ടു. എന്നോട് എന്തോ ഉണ്ട്, ഗെയിമാണ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ തോന്നിയുണ്ടോ? എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ഇൻസിഡൻറ്റ് വന്നില്ലേ അനുമോൾ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഞാനും ആ സമയം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പം, അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്കുക, അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പം ഞാൻ ഓർത്തത് എന്തിനാ വെറുതെ അങ്ങനെ ചെയ്യണത്, എന്തിനാ എന്ന് തെറ്റായിട്ടുള്ള രീതിക്കല്ല പറയുന്നത്. ആ റെഫ്ലക്ഷൻ വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഒരു അമ്മയോട് നല്ലൊരു ബോണ്ടും അതും കെമിസ്ട്രി നല്ല രീതിക്കുണ്ട്. എനിക്ക് അവർ തമ്മിൽ നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ലേ. കൈ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണമെങ്കിൽ എന്താ കാര്യം, അത് ഒരു തവണയല്ല രണ്ടവണയല്ല, ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ. അപ്പം അത് മേ ബി ഒരു അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ ബിന്നി ചീറ്റിയ വിഷം പിന്നെ പോട്ടെ. അല്ല, ഞാനാ പ്രായത്തിന് ഞാൻ കൂട്ടിയത്. പ്രായത്തിലാണെന്നുണ്ടെങ്കിലും റെനയ്ക്ക് പുറത്തൊരു ലിവിങ് റിലേഷൻ ഇല്ലേ, ഒരു റിലേഷനിലാണല്ലോ അല്ലേ. ഞാൻ ടുഗദർ എന്നല്ല പറഞ്ഞത്, ലിവിങ് റിലേഷനാണ്. അങ്ങനെ നോക്കുമ്പോ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാള്, അതും പ്രോഗ്രസീവ് ആയി ചിന്തിക്കുന്ന രണ്ടുപേര്. ഇപ്പൊ അനുമോള കേസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അങ്ങാടിയും കേരളത്തിന് ചുറ്റുപാടും ഇല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ചൈനയിൽ വരെ പോയി. ഇങ്ങനത്തെ ഒരു സാധനം എടുത്ത് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ അവരുടെ മനസ്സിലും ഒരു പ്രോ കുല നട്ടു വെച്ചിട്ടുണ്ട്. ഈ അതിനാറോ വല്ല കുലയാണ്. എനിക്ക് പോകെ പോകെ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, നീ ഒരു കുല അനു ഒരു കുല, ഈ അനുമോൾ സപ്പോർട്ടർ ആവുന്ന എനിക്ക് പേടിയുണ്ട് പോവാൻ. ഈ ബിഗ് ബോസ് പോവാ ഒരു 10 എപ്പിസോഡ് കൂടി കഴിഞ്ഞാൽ ഇവള് ചിലപ്പോ ഇവിടെ കൊടൂര അനുമോൾ സപ്പോർട്ട് ചെയ്യും. കൊലക്കണ്ട, ആ ഡോറൊന്നും ഇങ്ങനെ തള്ളു കൊലച്ച. അടച്ചോ നിന്റെ ജീവിതം മുഞ്ചി കൊലക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു സൈഡില് മറ്റേ എന്ത് ബിന്നിയും റെനിയും കൂടി ഉള്ള ഒരു ഐറ്റം, അത് കുറെ നേരം ഓടി, 2 മിനിറ്റോളം അതാ ഞാൻ പറഞ്ഞ. ആ ചോറ് വാരി കൊടുത്തതൊക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇവരത് നോട്ട് ചെയ്യുന്നുണ്ട്. വീട്ടുകാര് ഈ അനുമോള് പറഞ്ഞതിന് ശേഷം ഈ സംഗതികളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ മൈജീന്റെ ഫോണ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയപ്പോ അവർക്ക് സന്തോഷമായി. കാരണം വീട്ടുകാരെ കുറെ കാലത്തിന് അതിലൊരോറയാണ് പടച്ചോനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ആരാ വരിക. അപ്പോഴാണ് ദിയച്ചേച്ചി, നമ്മുടെ കഥാപാത്രം വന്നത്. അപ്പൊ അതങ്ങനെ ഒരു സൈഡിലൂടെ അതിന്റെ വീഡിയോസ് കാണിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇവർക്ക് 2 ഗുണമുണ്ട്. ഇവർക്ക് ഇന്നും ഇത് കണ്ടു, നാളെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇവർക്ക് ഇവരെ വീട്ടുകാരെ ഒന്നും കൂടി കാണാം, ഓണം വിഷയമായിട്ട്. മനസ്സിലായി. അപ്പൊ അവർക്ക് ഒരു ഡബിൾ അഭിലാഷ് തകർന്നു സത്യം പറഞ്ഞാല് ഫാമിലി കണ്ടപ്പോ. അത് കഴിഞ്ഞിട്ടാണ് പായസം ടാസ്ക് വന്നത്. പായസം ടാസ്കിൽ നമ്മളുടെ ഷെഫ് അനുമോൾ, ഓക്കെ, ഷെഫ് അനുമോൾ ഓടിക്കേറിയിട്ട് ഫുള്ള് സാധനം ഒന്നും എടുത്തിട്ടില്ല. അവിടെ ആരെയും കംപ്ലീറ്റ്, അതായത് അപ്പുറത്തെ ലെവലും കൂടി ഉണ്ടാക്കാനുള്ള സാധനം ഇപ്പുറത്തെ ലെവലിൽ കൊടുത്തിട്ട്, പിന്നെ അനുമോളത് എങ്ങാണ്ട് അടിയിൽ പിടിച്ചിട്ടുണ്ട്. കരിഞ്ഞൊരു ടേസ്റ്റും മണവും വരുന്നുണ്ട്. അനുമോള് പായസം ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവസം ക്യൂ ആയിരുന്നില്ലേ നോമിന്റെ പായസത്തിനെ, ഇന്നും ക്യൂ ആയിരിക്കും. ആദ്യം പാല് തിളപ്പിച്ചിട്ട് വേണം മറ്റേ സാധനം, ആദ്യം തന്നെ പുള്ള എല്ലാട്ടിരിക്കണം, എല്ലാവർക്കും വലിയ വലിയ ടാസ്ക് ഒന്നും അല്ല, കുഴപ്പമൊന്നുമില്ല. ജഡ്ജ് ഇവക്കൊന്ന് റിവ്യൂ പറയാൻ അറിയില്ല മുപ്പത്തിയേരാണ് മറ്റേ ആട്ടുതൊട്ടിൽ കയറിയിരുന്നുണ്ട്. പിന്നെ അവർക്ക് റിവ്യൂ പറയാൻ അറിയില്ല, വലിയ വലിയ സംഭവം ഒന്നല്ലോ. കുശുമ്പ് കുഞ്ഞായി ഇന്നലെ മറ്റേ പായസം വലിയ സംഭവം മുപ്പത്തേരെ കയ്യിൽ പോയി. അപ്പൊ അങ്ങനെ അനുമോളുടെ പായസം കുതാഹവ. അത് കഴിഞ്ഞപ്പോഴും വീണ്ടും ശൈത്യ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ശൈത്യ പറയുന്നുണ്ട് അവിടെ കരിഞ്ഞുണ്ട് സ്വന്തം ടീമിന് വേണ്ടി കൺവിൻസ് ചെയ്തിട്ട് ശൈത്യ നന്നായിട്ട് അനുമോളുടെ കരിഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ ടീമിന്റെ. അപ്പൊ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പണിപ്പുര ടാസ്ക് ഫോർ ദ വൈൽഡ് കാറ്റ്സ്. അതിൽ വലിയ വലിയ ബോംബുകൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ഈ സീസണിൻ്റെ ഒരു
ഒരു സംഗതി ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നത്. അതായത് ഈ സീസണിൽ എന്തൊക്കെയാ ഇപ്പൊ നഷ്ടപ്പെട്ടെ? അക്ബറിന് ഈ സീസൺ മൊത്തം ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. ഒരു സൈഡിൽ നൂറയ്ക്ക് 2 പവേഴ്സ് കയ്യിൽ, നൂറയ്ക്ക്. അതിന്റെ പുറമെ വീണ്ടും അനീഷിന് എന്തില്ല, നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അതേപോലെ 2 ആൾക്ക് മറ്റേ ലാലേട്ടനെ കാണാൻ പറ്റില്ല. 2 വീക്കോ ഈ വീക്കെൻഡില് അപ്പൊ 2 ദിവസം ഒരു 2 എപ്പിസോഡ് കാണാൻ പറ്റില്ല. ഇതെന്തെന്നാ, ഇത് ആകെ മൊത്തം പണി അല്ലേ? നമുക്ക് തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഇത് കാരണം ഒരാൾക്ക് മൾട്ടിപ്പിൾ വോട്ട്സോ അല്ലെങ്കിൽ സേവ് ആവുകയാണെങ്കിൽ ചെയ്യാം അല്ലെ. നൂറയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഗെയിം ചെയ്യാം. അനീഷിന് ഒരു വോട്ട് കുറഞ്ഞു, ഇനി വോട്ടേ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇത് പണി കൊടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. കാരണം പ്രേക്ഷകർക്ക് ചിന്തിക്കണം ആർക്ക് വോട്ട് ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചുണ്ടാക്കണം. പക്ഷെ ഇത് സത്യം പറഞ്ഞ ഒരു സുഖമില്ല. ഇത് സത്യം അത് എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞിരിക്കും. കുറച്ച് ടാസ്കും കുറച്ച് ആക്റ്റീവായിട്ട് കുറച്ച് കൺഫ്യൂസിംഗ് ആവണം. കുറച്ച് കൺഫ്യൂസിംഗ് ആവും. പണി ടാഗ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എല്ലാം എനിക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആവുന്നതാണ് രസം. ഇങ്ങനത്തെ ഗെയിമാണ് രസം. ഏത് അപ്പൊ അത് കഴിഞ്ഞു. അനീഷ് ബുദ്ധിയായിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ടാവും ആൾക്കാരില്ലേ? അനീഷ് നേരെ നീച്ചു നിന്നിട്ട് നന്ദി ജനങ്ങൾ എന്നെ സ്ഥിരം കാർഡ് ജനങ്ങൾ കാർഡ് ഇറക്കി. ജനനായകൻ അനീഷ് അതാണ് ജനനായകൻ അനീഷ് മുന്നേറുന്നു. ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും, ഞാൻ എല്ലാവരും വിശ്വസിക്കുന്നത്. ശരിയാണ്, അനീഷിനുള്ള ആൾക്കാരും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അക്ബറിനോട് കട്ടപ്പ ശൈത്യ കുറച്ച് കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. ഇത് നിവിന്റെ ഫ്ലേവർ മാറിയതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ടായിരുന്നു, നിവിൻ അനുമോളോട് കൂടുതൽ അടുക്കുന്നു, വൈൽഡ് കാർഡ്സിനോട് പോയിട്ട് നന്നായിട്ട് മിങ്കിളാവുന്നു. അതൊരു സൈഡിലുണ്ട്. അതല്ലാതെ പിന്നെ ഈ അനുമോളുടെ ഒരു ചേഞ്ച്, അത് അനുമോൾ ആ ഒരു കരഞ്ഞ് വേദലക്ഷ്മി പോസ്റ്റിംഗ് റൂമിൽ എന്നിട്ട് എഴുതി കാണിച്ചു കൊടുത്തേ. ഇവിടെ ആരാ കറക്റ്റ് മനസ്സിലായില്ല, ആരോ എഴുതി കൊടുക്കും. അപ്പൊ ഇവിടെ പറയും പോസിറ്റീവ് ആണ്, അതായത് അനുമോൾ എഴുതും തോന്നുന്നു. അനുമോൾ എഴുതും, ഇവര് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അതങ്ങനെ എന്തായാലും ഇത് ബിഗ് ബോസ് ചോദിക്കേണ്ട കാര്യം തന്നെയല്ലേ? എഴുതി കൊടുത്ത് പറ്റേ ഡ്രസ്സിംഗ് റൂമിൽ ക്യാമറ ഇല്ലാത്തോണ്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് ശൈത്യന്റെ ഈ ക്ലിപ്പ് പ്ലേ ചെയ്ത് ശൈത്യനോട് ചോദിക്കണം ആരാണ് ഈ പണി. അതെ, ഇത് ശരിക്കും ചോദിക്കേണ്ട കാര്യം. കാരണം പുറത്തത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇതിന്റെ പുറത്തത്തെ എല്ലാം പോസിറ്റീവ് മസ്താനി ഫുള്ള് പറഞ്ഞൊന്നും പറയും. ഇനിയിപ്പോ പറയാനുള്ളത് എന്തൊക്കെയാ അറിയോ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, ധർമ്മസ്ഥല പറയാനൊന്നുമില്ല. എല്ലാ നാട്ടിലെയും വീട്ടിൽ സ്വന്തം കഥ ഫുള്ള് പറഞ്ഞോ? അതില്ല. സ്വന്തം കഥ 36 മുക്കി സ്വന്തം കഥ പറയുമ്പോ ആദ്യം തൊട്ട് ഫുള്ള് കറക്റ്റ് ഓരോ പുസ്തക കോമി ഇല്ലാതെ വിടണമായിരുന്നു. അതൊന്നും പറയാതെ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ തോണ്ടി കേറിയിട്ടെല്ലാം പറയല്ലേ അറിയോ? മസ്താനിന്റെ ജീവിതം പഠിച്ച ആരും ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് മസ്താനിക്കുള്ളതുകൊണ്ട് ഇതിട്ടു. ഇനി വൈൽഡ് കാർഡിന്റെ പുറമെ വേറെ എന്തെങ്കിലും കാർഡുകൾ കേറൂല്ലോ ഇനി അതിനകത്തേക്ക്? അതോ ഇനിയും വൈൽഡ് കാർഡ് കേറിയാലോ? മനസ്സിലായി? ഇനി ചിലപ്പോ പല കാർഡുകളും കയറാം. അപ്പൊ ഇറക്കുന്നവരും കാണുമായിരിക്കും അതിനകത്ത്. എന്തായാലും ആ ട്വിസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഗുഡ്, ഇല്ലെങ്കിൽ അങ്ങനെ ഈ വഴിക്ക് ഇങ്ങനെ ഈ സാധനം പോകും. അതിന് നല്ല കോൺഫിഡൻസ് പോവുക. കാരണം ആ കാർഡ് സ്വന്തം ജീവിതത്തിൽ സാധനങ്ങളൊന്നും ആരും ഇറക്കാത്തോണ്ട് ബാക്കിയുള്ളവരെ അത് ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവരെ പറയുമ്പോഴാണ്. കാരണം ബാക്കിയുള്ളവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഒരു ലിമിറ്റ്. ഇപ്പൊ ഞാനും കഴിഞ്ഞ കൊല്ലം പോയിട്ട് പുറത്തത്തെ കാര്യമാണ് പറയാം. പക്ഷെ അതൊരു ഒരാളെ പേഴ്സണലി തകർക്കണ കാര്യമൊന്നുമില്ല, ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ജാസ്മിന് വേണ്ടി ഞാൻ പറഞ്ഞത് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, തകർക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊരുമാതിരി എന്തെന്നാ അത്? അല്ല, ഓരോരുത്തരുടെ ജീവിതത്തിൽ പേഴ്സണലി അവർ ഡൈവേഴ്സ് ആയോ പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, മറ്റേതാണ് സ്വന്തം ഷോയിലെ ഫസ്റ്റ് ഹാഫ് പറഞ്ഞിട്ടില്ല. സ്വന്തം ജീവിതത്തിലെ ഫസ്റ്റ് ഹാഫ് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ സെക്കൻഡ് ഹാഫും തേർഡ് ഹാഫും ഒക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഞാനും പറഞ്ഞിട്ടില്ല. സ്വന്തം ജീവിതത്തിലെ ഫസ്റ്റ് ഹാഫ് അല്ല, ഫുൾ സ്റ്റോറി എല്ലാം വിത്ത് ക്ലൈമാക്സ് എല്ലാം അറിയാം. അപ്പൊ എന്തായാലും പോട്ടെ, അത് വിട്. അപ്പൊ ഒരു സൈഡിൽ അങ്ങനെ മസ്താനീന്റെ സാധനങ്ങൾ ഓടുന്നുണ്ട്. അപ്പോ അതിന്റെ കൂട്ടത്തിക്കാണ് എന്ത് പോണേ ഈ പറഞ്ഞ ഇവര്. ഇത് ഞാൻ പറഞ്ഞത് ആ ഡ്രസ്സിംഗ് റൂമിന്റെ കാര്യം ശരിക്കും പറയണം ലാലേട്ടൻ ചോദിക്കുന്നത്. കാരണം എന്താ പറയുക, അത് അവിടെ എഴുതി വെച്ചിട്ട് ഇവര് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അപ്പോഴാണ് പറയുന്നത് അനുമോളുടെ ഗെയിം മാറിയത്. അതായത് അനുമോൾ അപ്പൊ വേറെ ചാട്ടം ചാടിയുന്നത് ആരുടെ അടുത്തേക്കാ പോകണ്ടെന്നുള്ളത്. അല്ല, ഇതിന്റെ ഇടയിൽ അനുമോളുടെ PR കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. മസ്താനി വളരെ കോൺഫിഡന്റ് ആയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് അനുമോൾ PR ലുക്ക് അറ്റ് ഹിയർ പ്രവീണുമായിട്ടൊരു കോമ്പോക്ക് തയ്യാറാവുന്നുണ്ട്. അനുമോളിനെ അറിയാം, മസ്താനിക്ക് അറിയാം അനുമോളുടെ PR ആരാന്ന് മസ്താനിക്ക് അറിയാ. കാരണം കേറി പോണതിന് മുന്നേ വിളിച്ചിട്ടുണ്ടല്ലോ. ഏതിന്? എനിക്കൊന്ന് PR ചെയ്യോ ചേട്ടാ? ഇണ്ടേ നമ്മക്കറിയില്ലേ? പേര് സീക്രട്ട് ഏജന്റ് അല്ലേ, നമ്മക്കറിയില്ലേ? നല്ല പേരുണ്ട്. ഇത്രയും മതി.
ഇപ്പൊ അവിടെ നിന്ന് സംസാരിച്ചില്ലേ കൊറേ നേരം എസ്കേപ്പ് അടിച്ചു ഇല്ലെങ്കിൽ എന്താ വെച്ചാല് അവിടെ നിന്ന് പുള്ളിക്കാരുടെ എക്സ്പ്രഷൻ ഒക്കെ ക്യൂട്ട്നെസ് വാരി വിതർന്നതാ. ഞങ്ങൾ ഇവിടെ നിന്ന് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, കരച്ചിൽ സ്ട്രാറ്റജി എടുത്താലും ഞാൻ അത് എടുക്കത്തില്ല. പിന്നെ നിങ്ങൾ വൈഫ് ഹസ്ബൻഡിനെ വിളിക്കാനൊക്കെ നിങ്ങൾ നിന്നെ വിളിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു? വൈഫ് ഹസ്ബൻഡിനെ വിളിക്കാൻ നിങ്ങൾ നിന്നെ മാത്രം അങ്ങനെ വിളിക്കുന്നത് നിങ്ങള്. എന്റെ മമ്മിയോട് അവളുടെ സ്ട്രോങ് PR അവിടെ കൊണ്ടിട്ട് വെക്കും. ഇപ്പൊ കോമ്പോ ഉണ്ടാക്കി 10 പേജ് അനുമോളുടെ PR-ന്റെ ശ്രദ്ധിക്ക്. അനുമോളുടെ ലവറാണത്. രൂപ കൂട്ടിത്തരാ എനിക്ക് വേണ്ടി ചെയ്യോ? ഇന്ന് കൂട്ടിത്തരാമൊന്നും പറഞ്ഞിട്ടില്ല. ആ ചെയിലിന്റെ ഇടയിൽ കൂടി ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചുള്ളൂ. മനസ്സിലായല്ലോ? ആ ചെയിലിന്റെ ഇടയിൽ കൂടി ചെയ്യുമെന്നേ ചോദിച്ചിട്ടുള്ളൂ. നോട്ട് ദ പോയിന്റ്. അതായത് എന്തായാലും ചെയ്യാണല്ലോ ചേട്ടാ, എനിക്കും കൂടി ഒന്ന് ചെയ്യോ ഇത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് ക്യാമറ നോക്കിയിട്ട് പറയാ അനുമോൾ PR ലുക്ക് അറ്റ് ഹിയർ, പ്രവീണിനെ ഇട്ടത് ഒരു കോമ്പൗണ്ട് നെറ്റ് കൊടുത്താൽ മതി, ബാക്കി നിങ്ങൾ കത്തിക്കുക. അത് വേറെ സംഭവം പറഞ്ഞിട്ടുണ്ട്, മറ്റേ അനുമോളോട് പറഞ്ഞിട്ടുണ്ട് മസ്താനി, നീ കൊടുത്ത PR-നെക്കാളും ഞാൻ കുറച്ച് പൈസ ഒരു രൂപ കൊടുത്തിട്ടില്ല. അനുമോളുടെ PR ഓടാൻ പറഞ്ഞു. ഓടിക്കോളാൻ പറഞ്ഞു. അനുമോളുടെ PR അനുമോളുടെ PR വിളിച്ചിട്ട് ചേട്ടാ ഞാൻ പുള്ളിനെ PR ചെയ്യാൻ പറ്റൂ, ഓടിക്കോളം കണ്ട വഴി ഓടിക്കോളം പറഞ്ഞു. വഴിക്കൂടി വിട്ടു. യു റൺ from the kingdom of the year of the ഞങ്ങൾ ഈ പ്രാവശ്യം അനുമോളുടെ മാത്രമായിട്ട് എടുക്കുള്ളൂ, വേറെ ആർക്കും ഞങ്ങൾ കൊടുക്കില്ല. അതെ. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ സാധനം ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങനെ ശവാനിയായി പോയി. അനുമോൾ PR ഓടിച്ചുവിട്ട് ഓടിച്ചിട്ട് ശവാനിയായി പോയി. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാ ഈ സാധനങ്ങളൊക്കെ ഇരുന്ന് അടിക്കാൻ പറ്റും. ഇപ്പൊ ആരും അനുമോളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എന്തും പറയാ. പിന്നെ ലാസ്റ്റ് വേറെ സംഭാഷണം ഉണ്ട്, ഈ ആര്യനും അപ്പാനി കൂടി. അപ്പാനിക്ക് ഭയങ്കര പേടിയുണ്ട്. നല്ല പേടിയുണ്ട്. ആ പേടി നല്ലതാ, ചിലപ്പോ പോവും ചെയ്യും, പറയാനും പറ്റില്ല. ചിലപ്പോ പോയാലും രസം എന്താ അറിയാം, ആരോടാ പറയുന്നത്? ആര്യനോട്. ആര്യനും ചിലപ്പോ പോവും. പറയില്ല. അത് മാത്രല്ല ക്യാപ്റ്റൻസിയില് അഭിലാഷ്, ഒനിയില്, ഗിസയില് എനിക്ക് നല്ലൊരു ചാൻസ് പോകുന്നുണ്ട്. ഒനിയില് ചാടാനുള്ള ചാൻസ്. ഒനിയിൽ എങ്ങനെ ക്യാപ്റ്റൻസിയിൽ ജയിച്ചാലും വേറെ കാര്യമുണ്ട്. ലാലേട്ടൻ വരുമ്പോഴാവും ആ എപ്പിസോഡിലാവും ക്യാപ്റ്റൻസി ടാസ്ക് വെക്കുക. അപ്പൊ ഒനിയിലെ മാറ്റിയിട്ട് ഒനിയിൽ പോവുകയാണെങ്കിൽ അവസാനത്തേക്ക് വേറെ ആളാ അടുത്ത വോട്ടിൽ ആരാ വന്നേ നോക്കിട്ട് ചിലപ്പോ അവര് ക്യാപ്റ്റൻ ആണെങ്കിൽ അടുത്ത ക്യാപ്റ്റൻ ആവുള്ളൂ. ഇവിടെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ ആഴ്ച അല്ല ഞാൻ പറയുന്നത് ഒനിയിൽ പോയി കഴിഞ്ഞാൽ സപ്പോസ് ഒനിയിൽ ജയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല ജയിക്കുകയാണെങ്കിൽ തന്നെ അത് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനേ ഉള്ളൂ. അത് വിചാരിച്ച് ഈ വരുന്ന ഈ വീക്കിലെ നോമിനേഷൻ പുറത്താവില്ലാന്ന്, ഒനിലെ പുറത്താക്കാന്ന്. അതന്നെ ഒനിലെ പുറത്താക്കിയപ്പോ ലാലേട്ടന്റെ എപ്പിസോഡിലാണ് ക്യാപ്റ്റൻസി നടത്തിയെന്നുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ലാലേട്ടന്റെ എപ്പിസോഡ് ക്യാപ്റ്റൻസി ജയിച്ചിട്ട് ഒനിയിൽ ജയിച്ച ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ഒനിയിൽ പോയില്ല. ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടന്റെ എന്ത് നടത്തി? ക്യാപ്റ്റൻസി ടാസ്ക് ഇറങ്ങി ഒനിയിൽ ക്യാപ്റ്റനുമായി. ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഒനിയിൽ പോവുകയും ചെയ്തു. ഒനിയിലോട് പോകാൻ നേരത്തിൽ ലാലേട്ടൻ പറയാം ഈ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോയിക്കോറാ, ഒനിയിൽ അത് അഭിലാഷിന് കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോന്ന് അറിയാൻ പാടില്ല. അതെ. അല്ല ശരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ട്വിസ്റ്റ് ആവൂലേ? എല്ലാവരും ഞെട്ടും. ഒരാളും ഞെട്ടില്ല. ഉള്ളിലൊരു ഞെട്ടും. അതാ ഞാൻ പറഞ്ഞു, ഉള്ളിലുള്ളവർ ഞെട്ടും, പക്ഷെ പുറത്തു ഞെട്ടില്ല. കാരണം ശരത്ത് ഏറ്റവും ലാസ്റ്റ്. അല്ലെങ്കിലും വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം ഇവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ആരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാ ഉള്ളതെന്നുള്ളത്. അതിൽ ഞെട്ടും. രേണുസുതി പോയ ഞെട്ടും. ശരിക്കും ലാലേട്ടൻ എന്തായിട്ട് അറിയോ? ഉള്ളിൽ ചെല്ലുക, കയ്യെ പിടിച്ചിട്ട് കൊണ്ടുവരാൻ പുറത്ത്. ആ പാവത്തിന് അതെങ്കിലും പറയാനുണ്ടോ? എന്നെ ലാലേട്ടൻ പിടിച്ചു കൊടുന്നതാണ്. എന്നിട്ട് ബിഗ് ബോസില് ലാലേട്ടനെ ഒരു ചെയർ ഇടുക. എന്തിനറിയോ? ഉള്ളിന്ന് പിന്നെ ജഡ്ജിനെ വിളിക്കണ്ടല്ലോ, അവിടെ വെച്ചാൽ പോലെ. ആ സ്പൈക്കുട്ടന് വരം രേണുസുതിനെ വെച്ച് ജഡ്ജാവാൻ വിട്ടാൽ മതി. അല്ലെങ്കിൽ എല്ലാ ടാസ്കിലും വരുമ്പോൾ രേണുസുതിനെ കയറ്റി വിടാം ജഡ്ജാക്കാൻ. നടത്തും 2 റൗണ്ട് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. ഇന്നലെ രാത്രി അക്ബർ പറഞ്ഞ ഓർമ്മല്ലേ? രേണുസുതി പറഞ്ഞത് അപ്പാനി പറഞ്ഞത് ഇന്നലെ. ഇന്ന് ഞാൻ കേൾപ്പിച്ചെന്നില്ല. അപ്പാനി പറഞ്ഞത് സുതിച്ചേട്ടാ മറ്റേ വിളിച്ചിട്ടൊരു സാധനം രാത്രി അടിച്ചത് അപ്പാനി അവിടെ അക്ബറും ഇവനും ഉണ്ട്. അല്ല അപ്പാനാണ് പറയുന്നത്. മസ്താനിക്ക് ചീത്ത കേട്ടുകൊണ്ടിരിക്കുക. അതിന് മസ്താനിക്ക് ഇനിയും കൊടുക്കും പറഞ്ഞിട്ട് രേണുസുതി സുതിച്ചേട്ടാ കണ്ടോ, സുതിച്ചേട്ടാ കിട്ടുന്നത് സുതിച്ചേട്ടോ അങ്ങനെ അപ്പാനി പറയും 10 സുതിച്ചേട്ടന് വിളി.
അയ്യോ പൊന്നെ അതൊക്കെ മാരക ഇങ്ങനെയാണോ അത് കാട്ടിക്കൂട്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാല്. മൂപ്പത്തേരെ കിളി. എഴുതുന്ന അടുത്ത് പോയി എന്താ മനസ്സിലാവും എന്താ സംഭവം കറക്റ്റ് കിളി പോയതാണ് എന്താണെന്നുള്ളത്. ഇനി അടുത്തത് മസ്താനി again ലാസ്റ്റ് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല, തല്ല് കിട്ടുന്ന ആവശ്യമുണ്ട് ഇപ്പോ. തല്ല് കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് അപ്പാനീനെ ചൊറിയണം, അപ്പൊ എന്നെ പുറത്താക്കണം. ചൊറിയണം, ചൊറിയണം. ചൊറിയണം, അതാണ് സംഗതി. പക്ഷെ ഞാൻ പറയട്ടെ, അപ്പാനി എന്തോ അപ്പാനി അല്ല മസ്താനി എന്തോ ആയിക്കോട്ടെ, ഗെയിമുണ്ട്, ഇത് ഗെയിമാണ്, ഞാൻ സമ്മതിച്ചു. മസ്താനി നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും വന്ന വയൽക്കാടിന്റെ കൂട്ടത്തില് മസ്താനി കൂടി ഇങ്ങനെ കളിച്ചില്ലായിരുന്നെങ്കിൽ ചത്തുപോയി. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 4 വയൽക്കാട് ഒരു മണ്ടങ്കാട് വേണം. ആ മണ്ടങ്കാട് അവിടെ തന്നെ അവിടെ തന്നെ നടക്കുന്നുണ്ട്, ഓരോ മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, ഊക്കും കിട്ടുന്നുണ്ട്. സാബുമാന്റെ ഫ്ലേവർ എന്താ നമ്മൾ അറിഞ്ഞിട്ടില്ല, അറിയുമായിരിക്കും അടുത്ത ആഴ്ച. വരുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, എക്സ്പെക്ട് ചെയ്യാം, പറയാൻ പറ്റില്ല. ചിലപ്പോ അടുത്ത ആഴ്ച വരുമായിരിക്കും. വേദലക്ഷ്മി പിന്നെ ഓൾറെഡി മറ്റേ മരം പോലെ നിൽക്കുകയാണ്, ആഞ്ഞങ്ങളില്ല വേദലക്ഷ്മി, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു എന്താ പറയാ കോർപ്പറേറ്റ് വയൽക്കാട്, സംസാരിക്കുന്നൊക്കെ കറക്റ്റ്, എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് ബോഡി ലാംഗ്വേജ് ഒക്കെ എന്റെ ലുക്ക് ഉണ്ട് പറയുന്നോണ്ടാണ് ഈ വേദലക്ഷ്മിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ ലുക്ക് ഉണ്ടെന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. അതായത് സെയിം ബോഡി ലാംഗ്വേജ്, സെയിം സംസാരം, സെയിം ആറ്റിറ്റ്യൂഡ്, സെയിം ടോൺ എല്ലാ സമയത്തും ഒന്നാണ്, ഒരു വ്യത്യാസം തോന്നാറില്ല. പിന്നെ മറ്റേ പ്രവീണ് പിന്നെ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. കൂട്ടിയാ കൂടില്ല. ഈ പറഞ്ഞ പോലെ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കാടിന്റെ പേരൊക്കെ പറഞ്ഞിരിക്കാം, ഒരു ലാസ്റ്റ് എന്താ ചെയ്യാ, വല്ല കാട്ടിക്ക് ഓടി പോവാം. ട്രൈ ചെയ്യുന്നുണ്ട്, അടുത്ത വട്ടം ഇതിൽ വന്നു കഴിഞ്ഞാലേ, നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ തെറിക്കാനുള്ളതിൽ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് പൊട്ടും. അവിടെയാണ് മസ്താനിന്റെ ഇമ്പോർട്ടൻസ്. മസ്താനി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ ഒരു അനുമോൾ കഴിഞ്ഞതിന് ശേഷം, അനുമോളുടെ കണ്ടന്റ് അനുമോൾക്ക് പോസിറ്റീവാന്ന് മനസ്സിലായതിനു ശേഷം അനുമോൾ അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ ആ വീട്ടിൽ കത്തിച്ചത് മൊത്തം മസ്താനിയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ബിഗ് ബോസ് അതിന് എന്തായാലും ഇന്നിപ്പോ വിളിച്ചു പറഞ്ഞത് ഒരു 4 കുറെ വട്ടം വിളിച്ചു പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ലാലേട്ടൻ വരുമ്പോ കുറച്ച് കിട്ടുന്നുണ്ടെങ്കിലും കിട്ടും വേണം, കൊടുക്കും വേണം. ബട്ട് കണ്ടന്റ് ഓടിച്ചു, കണ്ടന്റ് ഓടിച്ചു, എല്ലാരും തകർന്നുണ്ടല്ലോ, കണ്ടന്റ് ഓടിച്ചിട്ടുണ്ട്. അതില് വീഴാതെ പോയത് മറ്റോ മാത്രമേ ഉള്ളൂ, ആര്യൻ. അനീഷ് വന്നപ്പോ നല്ല തളർന്നീന്, ഇപ്പോഴാണ് നല്ല ഒക്കിയത്. ആര്യൻ മാത്രമേ, കാരണം വീഴാൻ മാത്രം ബുദ്ധിയ ചക്കനില്ല, അതുകൊണ്ട് വീഴില്ല. ഞാൻ പറയാലോ, നിവിനൊക്കെ ഒന്ന് അണഞ്ഞു തുടങ്ങി, നിവിന്റെ ഒക്കെ ഫണ്ട് പോയി, ഫണ്ട് പാരി മസ്താനി പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആവും പുറത്തിറക്കണ്ടാവും. അപ്പൊ ഞാനത് വിശ്വസിക്കുള്ളൂ. ഒരു ഫണ്ടായിട്ട് നല്ല രസമുണ്ട്. രാത്രി വരെ പ്ലാനിങ് ഒക്കെ ഇരുന്ന് കാണാം, ഇതിപ്പോ കാണിക്കണ്ട്. പക്ഷെ മസ്താനി എന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന പക്ഷെ അപ്പാനിനെ പിടിച്ചേക്ക് എന്താ മനസ്സിലായില്ല. അപ്പാനി ട്രിഗർ ആവണേ അല്ല, അപ്പാനി പക്ഷെ അടിക്കില്ല. അപ്പാനിയാണ് അവിടെ അടിക്കുക, ഷാനവാസൊന്നും തല്ലൂല, അപ്പാനി അടിക്കും. അപ്പാനി ട്രിഗർ ആവും. അപ്പാനിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ബിൻസീനായിട്ടുള്ള ഇന്റർവ്യൂ, മനസ്സിലായി, ബിൻസീനായിട്ടുള്ള ഇന്റർവ്യൂ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കൂടിയതായിരിക്കണം, മനസ്സിലായോ? എന്തായാലും നല്ല പഠിച്ചിട്ടുണ്ട് മുപ്പത്തിയേര് പുറത്തുനിന്ന്, എല്ലാവരും ലൈഫ് നല്ല കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ പോവാൻ നേരത്ത് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ഞാൻ കേറുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്റെ മുന്നിൽ അവസാനം പിടിച്ചേക്കാൻ പറ്റില്ല, കേറുന്നും പറഞ്ഞു ലാസ്റ്റ്. എന്താ പറയാ, ഞാനിട്ട് പഠിച്ചാലും ഏത് അവന്റെ ആയിരിക്കും. പക്ഷെ എനിക്ക് പുറത്തുള്ള കാര്യം പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് മസ്താന്റെ ഗെയിം ഇഷ്ടമായി. ടു ബി ഹോണസ്റ്റ്, ഗെയിം എനിക്ക് ഇഷ്ടമായി. കുത്തിത്തിരിപ്പ് സ്വഭാവം ഉണ്ട്, നല്ല രീതിയിൽ വെർബലി ആണെങ്കിലും പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ബിഗ് ബോസിലാണെങ്കിൽ പ്രോപ്പർ ഒരു പ്രോ ബിഗ് ബോസ് ആണ്. പ്രോ ഒന്നും പറയുന്നില്ല. അല്ല, പ്രോ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഷാനവാസിനോട് പോയി കച്ചറകളാക്കിയപ്പോൾ ഇന്നലെ അപ്പാനിയോട്, അതായത് മുട്ടിന് തിരിച്ചു പറയുന്നുണ്ട്, നല്ലോണം പറയുന്നുണ്ട്. പക്ഷെ ഇത് എപ്പോഴും ഉണ്ടാവണം, ഇത് 2 ആഴ്ചകൊണ്ട് ഇത് ലാലേട്ടൻ വന്നിട്ട് തലയ്ക്ക് ഒരു അടി കിട്ടിയതാണെയോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ബിഗ് ബോസ് ആണ് തന്നെയാണ് സംഭവം. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, ഗെയിം കളിക്കണം, അല്ലാതെ നമ്മൾ നന്മവരം കളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പറഞ്ഞ കുത്തിത്തിരിപ്പ് ഉണ്ടാവണം, സംഭവം ശരിയാണ്. ഒരു ഗെയിം ഉണ്ടല്ലേ, ഫാത്തിമ ചിലപ്പോ വിളിച്ചു പറയും മോനെ, ഫാത്തിമ എനിക്ക് ഒന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കും, ഒന്നും പറയാത്ത. അതെന്താ എനിക്ക് തിരിച്ചിട്ടിയല്ലോ, അങ്ങനെ തിരിച്ചിട്ടാൻ മാത്രമല്ല, കാരണം അവളുടെ ഫാമിലി എല്ലാം ഓപ്പൺ അല്ലേ, അങ്ങനെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ കഥകൾ ഇനിയും വരാൻ കിടക്കണ്. അപ്പൊ ഞങ്ങൾ നിർത്തി പോവാണ്.
ഹാപ്പി ഓണം ഇനിയിപ്പോ ഓക്കെ ബൈ. ഹാപ്പി ഓണം, തിരുവോണം കഴിഞ്ഞു. ഇനി നാളെയല്ലേ എപ്പിസോഡ് ഉണ്ടാവുക, ലാലേട്ടന്റെ എപ്പിസോഡ്. ഇനി നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് Yeah. മറ്റേ Okay. സൂം മീറ്റിംഗ് കാണാം. Bye.